എന്നോടൊപ്പം ചെയ്യുന്ന പടങ്ങളെന്ന് പറയാനായിട്ട് വിരലിലുണ്ടാവുന്ന പടമേ ഉള്ളൂ. എല്ലാവരും വിചാരം ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ്. യഥാർത്ഥത്തിൽ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ്, പിന്നെ മാത്തുക്കുട്ടി എന്ന്, അത് ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്, നെഗറ്റീവ് ക്യാരക്ടറാണ്. പിന്നെ ഷിക്കാരി എന്ന് പറഞ്ഞൊരു ബൈലിംഗൽ പടമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചെയ്തിരിക്കുന്നത് മംഗ്ലീഷാണ്. അപ്പോൾ ശരിക്കും ഒരു ഇൻ്റർവെൽ എടുത്തിട്ടാണ് ഈ പടം വന്നിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിനോടൊപ്പം എന്താണെന്ന് അറിയില്ല, ഇപ്പം ആരോടൊപ്പം ഞാൻ എഴുതി ചേരും, വെള്ളം പോലെയാണ്, ഖരവസ്തുവാണ്. ഇപ്പോൾ പൃഥ്വിരാജായിട്ട് ചേരുമ്പോഴും ഇന്ദ്രജിത്ത് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ത്യൻ റുപ്പി കണ്ടപ്പോൾ, നിങ്ങൾ നല്ല കോമ്പിനേഷനാണ്, ഒരു കൂടപ്പിറപ്പാണ് വിളിച്ച് പറയുന്നത്. അത് ഏറ്റവും വലിയ കോംപ്ലിമെൻ്റാണ്. അത് ഞാൻ ഓരോരുത്തരുടെ ഇഷ്ടക്കേട് മനസ്സിലാക്കിയിട്ട് ഞാൻ നിൽക്കുന്ന ഒരാളാണ്. അവർക്ക് എന്തോരം ലിമിറ്റ്സ് ഉണ്ട്, അവർക്ക് ഇഷ്ടമല്ലാത്ത എന്താണെന്ന് മനസ്സിലാക്കുന്നതായിരിക്കും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കഴിവ്. ഒരാൾക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവരുടെ മുഖത്തുനിന്നോ അവരുടെ കണ്ണിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിച്ചാൽ ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാറാണ് പതിവ്. അപ്പോൾ അത് എപ്പോഴും ഒരു കോമ്പിനേഷനെ സഹായിക്കും, നമ്മളെ അടുപ്പിക്കും, കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നവരെ നമ്മൾ അടുപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ ആ ഒരു ഇതായിരിക്കും മമ്മൂക്കയായിട്ട്. ഞാൻ എപ്പോഴും വിളിക്കാറൊന്നുമില്ല, പക്ഷേ ഇഷ്ടമുള്ള ഒരാളാണ്. ഇൻ്റർവ്യൂസിൽ എപ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും മമ്മൂക്കയുടെ ഞാൻ പോലും ശ്രദ്ധിക്കാതെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് കേട്ടിട്ട് ലാലേട്ടൻ്റെ ഫാൻസ് എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാം, എന്താ നമ്മുടെ ആളെക്കുറിച്ച് നിങ്ങളൊന്നും പറയാനില്ല. ഒരു ഇഷ്ടക്കേട് കൊണ്ടല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന മനസ്സിൽ കൊണ്ടു കിടക്കുന്ന താരങ്ങളാണ് മമ്മൂക്ക, ലാലേട്ടനൊക്കെ. വേൾഡ് വണ്ടേഴ്സാണ്. 30 ഇയേഴ്സായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ നിൽക്കുന്ന വേറെ ലോക സിനിമയിൽ ആരുമില്ല. രജനീകാന്തൊക്കെ വർഷത്തിൽ ഒരു ചിത്രമൊക്കെ ചെയ്യുന്നത്. ഇവർ അടുപ്പിച്ചടുപ്പിച്ച് എത്രയോ ചിത്രങ്ങൾ ചെയ്യുന്ന ഇൻഡസ്ട്രിയെ നിലനിർത്തുന്നവരാണ്. അപ്പോൾ ഈക്വലായിട്ട് ഞാൻ ഇവർ ഇഷ്ടപ്പെടുന്നു. മമ്മൂക്കയായിട്ട് കുറച്ച് ക്ലോസ് ആയിപ്പോൾ, ഒരു ബ്രദർലി ഫീലിംഗ് ആണ്. അതെന്താണെന്നറിയില്ല, അദ്ദേഹത്തിന് എന്നോട് സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് തിരിച്ചും സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കാലാവസ്ഥ മനസ്സിലാക്കി എനിക്ക് നിൽക്കാനറിയാം. എപ്പോഴും കോമ്പിനേഷൻ വരുമ്പോൾ എന്ത് ഹ്യൂമറും പറയാനുള്ളൊരു ഫ്രീഡം ഉണ്ട്. മറ്റുള്ളവർ കുറച്ചൊന്ന് പേടിച്ച് നിൽക്കും, പക്ഷേ എനിക്ക് ആ പേടിയില്ല. നല്ലതിനാണെങ്കിൽ നല്ലതെന്ന് ഓക്കെ എന്ന് പറയാം, അല്ലെങ്കിൽ നല്ല തെറിയും പറയും എനിക്ക്. അപ്പോൾ ആ തെറി കേൾക്കുമ്പോൾ എനിക്ക് വേറെ ആരും പറയുന്നതായിട്ട് തോന്നുന്നില്ല, എൻ്റെ ഒരു സഹോദരൻ പറയുന്നതായിട്ടാണ് തോന്നാറ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യും. പിന്നെ ഏത് ഡയലക്റ്റ് എന്താണെങ്കിലും അത് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ കോട്ടയം ഭാഷയാണ് ഇപ്പം മാത്തുക്കുട്ടിയിൽ ഉപയോഗിക്കുന്നത്, അതിൻ്റെ കറക്റ്റ് ലെങ്ത്തൊക്കെ പറഞ്ഞു തരാം. ഞാൻ ഈ ഒബ്സർവ് ചെയ്യുന്ന ആളായതുകൊണ്ട് അത് സഹായിക്കും, പെട്ടെന്ന് എനിക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് തൃശ്ശൂർ ഭാഷ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത്. ഇപ്പോൾ കൊച്ചി ഭാഷ പറഞ്ഞപ്പോൾ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു, കാരണം ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. അതോടൊപ്പം മമ്മൂക്കയും റിലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം മട്ടാഞ്ചേരിയാണ് വൈഫ് ഹൗസ്, അദ്ദേഹം പഠിച്ചത് കൊച്ചിയിൽ നിന്നുമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ കൾച്ചർ എന്താണെന്ന് നമുക്കറിയാം, ലാംഗ്വേജ് ഡയലക്റ്റൊക്കെ അറിയാവുന്നത് കൊണ്ട് ഈ പടത്തിന് ഗുണമായി അത് ജനങ്ങൾ ഏറ്റെടുത്തു. എല്ലാം ദൈവാനുഗ്രഹമാണ്. അതൊരു ഈ ലെജൻസിനൊക്കെ അടുത്ത് കിട്ടുക എന്ന് തന്നെ ഭാഗ്യമാണ്. ഒരു മൊഴി പറയാൻ സാധിക്കുക അവരോട്, അതൊക്കെ വലിയ ഭാഗ്യങ്ങളാണ്. പിന്നെ ഈ പറയുന്ന പോലെ നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും വിളിച്ചിട്ട് ഒരു സബ്ജക്റ്റ് ഉണ്ട് നമുക്ക് കേൾക്കണ്ടെന്ന് ചോദിക്കാറില്ല. ഒരു പ്രാവശ്യം മാത്രമാണ് ഞാൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്തത്, ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പം മമ്മൂക്ക് പറഞ്ഞു ഫുള്ള് നീ കേൾക്കുന്നു പറയും. ഫുൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല അതിൽ. ഞാൻ മമ്മൂക്ക് അടുത്ത് തന്നെ പറഞ്ഞു ഒന്നുമില്ല മമ്മൂക്ക, ഒന്നും പറയാനില്ല. അപ്പോൾ എനിക്കിപ്പോഴും ഒരു ആക്സസ് ഉണ്ട്, തൊട്ടടുത്ത് ആണ്. അപ്പോൾ അത് ഞാൻ ദുരുപയോഗം ചെയ്യില്ല. അതൊക്കെ ദുരുപയോഗം ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, ഞാനൊരു ശല്യക്കാരനല്ലാന്ന് തോന്നിയതുകൊണ്ടായിരിക്കും എന്നെ അടിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും ഒരു ഇഷ്ടമുണ്ടാകും. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ വന്ന് കാണുമ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സന്തോഷമായിരിക്കും. ചിലർ വരുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എടാ നീ എന്താണ് നിൻ്റെ മറ്റോ ഇതിലും ഭയങ്കര മോശം, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യും. അങ്ങനെ ഒരിക്കലും പറയരുത്. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ കാണാൻ ഇഷ്ടപ്പെടും. ഞാൻ പ്രത്യേകിച്ച് ചിരിപ്പിക്കുന്ന ആളാണ്, മറ്റുള്ളവരുടെ മുഖത്ത് ചിരി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ രൂപത്തിൽ കുറച്ച് ക്രൂരതയൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ മനസ്സിലും ചിരിയാണ്, പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ തന്നെ മറക്കാൻ സാധിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതെല്ലാം മമ്മൂക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മമ്മൂക്കയുടെ ഈ ഇരിപ്പും ഇപ്പോൾ രാജുവിനും പൃഥ്വിരാജിനുമുള്ള ക്വാളിറ്റീസാണ് ഇതൊക്കെ. നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഇവരൊക്കെ ഭയങ്കര ഭീകരന്മാരാന്നിരിക്കും. ഉള്ളിൽ നിഷ്കളങ്കമായ മനസ്സും ചിരിക്കാനും പൊട്ടിച്ചിരിക്കാനും പറഞ്ഞു തരാനും, അത് എല്ലാറ്റിനുപരിയായിട്ടൊരു ഫാമിലി മാൻ, ഫാമിലിയുടെ ഇടയിൽ സിനിമ കൊണ്ടുവരുതെന്ന് പറഞ്ഞു തരാനും ഒക്കെ എനിക്കൊരു ജ്യേഷ്ഠ സഹോദരൻ ഉണ്ടെങ്കിൽ അത് മമ്മൂക്കയാണ്. എപ്പോഴും നമ്മൾ ചിരിപ്പിക്കുമ്പോഴാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നുന്നത്, കാരണം ചിരിയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ കൂടുതൽ അഭിനന്ദനങ്ങൾ കിട്ടാറുണ്ട്. പക്ഷേ എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ മറ്റു ചിലതൊക്കെയായിരുന്നു. അത് എനിക്ക് കുറച്ചൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റി. ഇനിയും യെറ്റ് ടു കം എന്നേ പറയാൻ പറ്റുള്ളൂ, കാരണം വരാനിരിക്കുന്ന വേഷങ്ങളിൽ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, തന്നാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ഒന്നും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞ് ഒഴിഞ്ഞ് മാറാറില്ല. അപ്പോൾ ഇതിൽ ചിരിപ്പിച്ച് മംഗ്ലീഷിൻ്റെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ചിരിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് തന്നിരിക്കുന്ന ഫ്രീഡമാണ്. അതിനൊരു സ്പേസും എനിക്ക് തന്നു എന്നുള്ളതാണ്. സലാം ബാപ്പു എന്ന് പറയുന്ന ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് റിയാസും അതോടൊപ്പം നമ്മുടെ മമ്മൂക്കയും എല്ലാവരും ഒരു സ്പേസ് എനിക്ക് തന്നു. അവിടെ ഞാൻ കംഫർട്ടബിളായിട്ട് നിൽക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ മ്ലേച്ഛമായ, അതായത് ഇപ്പോഴത്തെ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൂടുകയാണ്.
ഈ ഫോറിൻ കൺട്രീസിൽ US-ലൊക്കെ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുമ്പോൾ സെക്സ് കോമഡിയാണ് അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. ആ ഒരു കൾച്ചർ കേരളത്തിലേക്ക് ഇങ്ങനെ വന്നു തുടങ്ങിയതാണ്. പക്ഷേ അതേ രീതിയിൽ തന്നെ പുച്ഛത്തോടെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കേരളത്തിന് ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്നത്. നമ്മളെന്നും ദൈവത്തിന് നിരക്കുന്നത് ചെയ്യാവൂ. അപ്പോൾ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ താൽക്കാലികമായിട്ട് നമുക്ക് രക്ഷപ്പെടാം, നമ്മളെല്ലാം ആസ്വദിക്കുന്നവരുമാണ്. പക്ഷേ അത് താൽക്കാലികമാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുടുംബങ്ങൾ വെറുക്കാൻ തുടങ്ങും. ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട്, ഇയാൾ വന്നിട്ടുണ്ടെങ്കിൽ തെറി പറയുന്ന പോലെ സ്വിച്ച് ഓഫ് ചെയ്ത് കളയും. അങ്ങനെയുള്ള ചില ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ അവർക്ക് പേടിയാണ്, കുഞ്ഞുങ്ങളുമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുമെന്നൊക്കെ. അത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ ഈ വഴിയിലാണല്ലോ. പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ മ്ലേച്ഛമായ കോമഡികൾ കുടുംബത്തിരുന്ന് ആസ്വദിക്കാൻ പറ്റാത്ത ഒരു കോമഡിയും സ്കിറ്റിലും സിനിമയിലും ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ യഥാർത്ഥ റോൾ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീനിയേട്ടൻ എന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹം ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. പഴയ ചിത്രങ്ങളാണ് ഇപ്പോഴും നമുക്ക് ചിരി വരും. നിഷ്കളങ്കമായ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. ഒരു മോശമായ ചീത്തയോ തെറിയോ ഒന്നും പറയാതെ അദ്ദേഹം ഈ ലെവലിൽ എത്താൻ സാധിച്ചിരുന്നെങ്കിൽ അതിൻ്റെ 10-1 നമുക്ക് കിട്ടിയാൽ മതി. അങ്ങനെയുള്ളൊരു കോമഡിയിലൂടെ വന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാവുന്നൊരു തമാശക്കാരൻ, ഒരു കലാകാരൻ എന്നുള്ള പേര് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ.